അംബേദ്കറിന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് അക്കാദമിക് ചെയർ സഹായകരമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇന്റർനാഷണൽ അക്കാദമിക് ചെയറിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കര കില CHRD-യിൽ ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അംബേദ്കറിന്റെ ആശയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും പ്രാധാന്യമേറുകയാണെന്നും മന്ത്രി പറഞ്ഞു. അംബേദ്കറിന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് അക്കാദമിക് ചെയർ സഹായകരമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇന്റർനാഷണൽ അക്കാദമിക് ചെയറിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കര കില CHRD-യിൽ ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സെന്റർ ഉണ്ടാവുക എന്നുള്ളത് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ കൂടി പ്രഖ്യാപിച്ച കാര്യമാണ്. ഇത് വിപുലമായി ഭാവിയിൽ വളരാൻ പോകുന്ന പ്രസ്ഥാനമാണ് എന്ന് നമുക്കെല്ലാം ആത്മവിശ്വാസമുണ്ട്. അംബേദ്കറിന്റെ ആശയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും പ്രാധാന്യമേറുകയാണ്. സാമൂഹിക ഇടപെടലുകളും നിയമരംഗത്തെ പാണ്ഡിത്യവും ചർച്ച ചെയ്യാനും ആവശ്യമായ രേഖകൾ ശേഖരിക്കാനുമുള്ള ഇടമായി ഇവിടം വളരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ മന്ത്രി M.B. രാജേഷ് ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിടുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ ഇന്ന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ ശ്രീ പ്രകാശ് രാജിനെ പോലുള്ള ആളുകളോട് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഭരണഘടന ഒരു സമരായുധമാണ്. ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ച് എല്ലാവരിലും ബോധമുണ്ടാക്കുക എന്നത് ഇന്ന് അനിവാര്യമാണ്. അപ്പോഴേ ഭരണഘടനയെ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്ന ആശയത്തെ, ദ ഐഡിയ ഓഫ് ഇന്ത്യയെ സംരക്ഷിക്കുന്ന ഒരു ആയുധമായി ഉപയോഗിക്കാനാവും. We need to take an oath to say this country will not be Hindi Rashtra or Hindu Rashtra. No. This country, the people of this country will not go ahead with any religious books, whether it is Bhagavad Gita, Ramayana, Mahabharata, Bible or Quran. We will go through only Constitution. Because Constitution is the only hope for a new India. Constitution is the only verdict which will let all languages, the federal system, the brotherhood, equality and way ahead. So when we read the Constitution, when we talk about Constitution, you should understand the pain which etched the Constitution. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.